നാട്ടിൽ മുട്ടക്കറി വെക്കാം. ഇതിൽ ഉള്ളിയും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും മൂപ്പിച്ച് മല്ലിപ്പൊടിയിട്ട് മൂപ്പിച്ച് മൂത്തതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഞാൻ വറുത്തതൊന്നും വീഡിയോ പിടിച്ചില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ച് അതിനകത്ത് മല്ലിപ്പൊടി ഇട്ട് മൂപ്പിച്ചതാണ്. മഞ്ഞൾപ്പൊടി വേണ്ട, മുളക് പൊടി വേണ്ട. ബാക്കി കാണിക്കാം. ഉള്ളി മൂത്ത് മസാലയും മല്ലിപ്പൊടിയെല്ലാം മൂപ്പിച്ച് ആ ചാറിലോട്ട് നമുക്ക് കിഴങ്ങ് മുട്ടയൊന്ന് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് മുട്ടക്കറിയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കാം. എനിക്ക് തേങ്ങ തിരുവാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞാണ് ചേർക്കുന്നത്. നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി തിളച്ച് കിടക്കുന്നതിനകത്ത് അരച്ച തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ ഒഴിക്കുക. ഒറ്റ തിളച്ചാൽ മതി. ആവശ്യത്തിന് കൊഴുപ്പും എല്ലാം ആയിട്ടുണ്ട്. ഒരു തിളച്ചാൽ മതി. നമുക്ക് മല്ലിപ്പൊടിയും ഗരം മസാലയും മാത്രം മതി. കറി നല്ല ഇനി നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ടിറക്കാം. അടിപൊളി കറി കേട്ടോ. ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, മറന്നു പോകുന്ന ഓർമ്മക്കുറവുകൊണ്ടാ. പിന്നെ വീഡിയോ കാണുമ്പോഴേ അറിയുന്നത് ഞാനിത് ആദ്യം പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ അടിപൊളി മുട്ടക്കറി, കിഴങ്ങ്, ആവശ്യത്തിന് കിഴങ്ങും എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കേ.